നമസ്കാരം. ചാപ്റ്റർ 3 മെട്രിസസ് ആണ് ഞാൻ എടുക്കുന്നത്. മെട്രിസസിലെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് ആണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എങ്ങനെയാണ് രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതാണ് പറയുന്നത്. അതിനൊരു കുറച്ച് റൂൾസ് ഉണ്ട്, അത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്, എയും ബിയും തന്നിട്ടുണ്ട്, സിയും തന്നിട്ടുണ്ട്. നമുക്കൊരു മെട്രിക്സ് കണ്ടാൽ അതിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാൻ അറിയാം. എങ്ങനെയാണ് ഓർഡർ കണ്ടുപിടിക്കുന്നത്? ഒരു മെട്രിക്സിൽ എത്ര റോസ് ഉണ്ട്, എത്ര കോളംസ് ഉണ്ട്. ഫസ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസും, സെക്കൻഡ് റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് കോളംസിൻ്റെ നമ്പറാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു മെട്രിക്സ് ആയ റോസും ഉണ്ടായിരിക്കും, കോളം ഉണ്ടായിരിക്കും. ഇവിടെ ഓർഡർ കണ്ടുപിടിക്കുന്ന നമ്പർ ഓഫ് റോസ് ഇൻറ്റു ബൈ നമ്പർ ഓഫ് കോളമാണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളം, അതായത് ഫസ്റ്റ് മെട്രിക്സ് എയുടെ നമ്പർ ഓഫ് കോളം ഈസ് ഈക്വൽ ടു മെട്രിക്സ് ബിയുടെ നമ്പർ ഓഫ് റോസ് ആയിരിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളം ഈസ് ഈക്വൽ ടു സെക്കൻഡ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസ് ആയിരിക്കണം. അതായത് ഞാനിപ്പം 2 1 3 2, ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 2/2, രണ്ട് റോയുണ്ട്, രണ്ട് കോളം ഉണ്ട്. ഇനി സെക്കൻഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 1 3 2 1. എത്ര കോളം ഉണ്ട്? ഒരു കോളവും എത്ര റോസ് ഉണ്ട്? ഇവിടെ 1 3 മതി. അപ്പോൾ രണ്ട് റോയും ഒരു കോളോയും ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് റോസും, അതായത് ഫസ്റ്റ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസ് എത്ര കോളം ഉണ്ട്? 2ഉം ഈ സെക്കൻഡ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസും ഈക്വലാണ്. അതായത് രണ്ടും ഈക്വലാണ്, 2/2 തന്നെയാണ്, 2ഉം 2ഉം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 2/1 ആയിരിക്കും. അതായത് m/n ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഓർഡറും ഇൻറ്റു സെക്കൻഡ് മെട്രിക്സ് ബിയുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ n/p ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈയുടെ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ m/p ആയിരിക്കും, m/p. അതായത് ഇപ്പോൾ ഞാൻ എഴുതുന്ന മെട്രിക്സ് എയുടെ വാല്യൂ 2/1ഉം ബിയുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ 1/3 ആണെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് മെട്രിക്സ് സിയുടെ വാല്യൂ ഓർഡർ എത്രയാണ് കിട്ടുന്ന? ഓർഡർ എന്ന് പറഞ്ഞാൽ 2/3 ആയിരിക്കും. 2/3 ആണ്, 3/2 എന്ന് എഴുതരുത്. ഫസ്റ്റ് മെട്രിക്സ് ഏതാണോ അതിൻ്റെ റോ ഇൻറ്റു സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളം 2/3. ഇനി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മെട്രിക്സ് എ തന്നിട്ടുണ്ട്, ഞാൻ പറയുന്നത് A11 A12 A21 A22. മെട്രിക്സ് ബി എന്താ? B11 B12 B13 B21 B22. നമുക്ക് കിട്ടേണ്ട സി മെട്രിക്സ് ആണ്. അതിൻ്റെ ഓർഡർ നോക്കുക, 2/2 തന്നെയാണ്. നമുക്ക് കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ 2/2. ഇവിടുത്തെ വാല്യൂ A11 C11 C12 C21 C22. C11 എങ്ങനെയാണ് വാല്യൂ കിട്ടുന്നതെന്ന് വെച്ചാൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ, ഈ നമ്പേഴ്സ് ശ്രദ്ധിക്കുക, 1 2 ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോ ഇൻറ്റു സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളം, റോ ഇൻറ്റു കോളം. അതായത് A11 ഇൻറ്റു B11, A11 ഇൻറ്റു B11, അവിടെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. A11 ഇൻറ്റു B11, പിന്നെ പ്ലസ് A12 ഇൻറ്റു B21, A12 ഇൻറ്റു B21. അപ്പോൾ ആദ്യത്തെ എലിമെൻറ്റ് കിട്ടും. ഇനി സെക്കൻഡ് എലിമെൻറ്റ് 1 2 ആണെങ്കിൽ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. അതായത് A11 ഇൻറ്റു B12, A11 ഇൻറ്റു B12 പ്ലസ് A12 ഇൻറ്റു B22. അതേപോലെ C21 ആണെങ്കിലോ, C21 ആണെങ്കിൽ നമ്മൾ അറിയാം സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, A21 ഇൻറ്റു B11 പ്ലസ് A22 ഇൻറ്റു B21. അങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. ഇനി ഒരു ടേം കൂടെ അല്ലേ, C22. C22 എങ്ങനെ കണ്ടുപിടിക്കും? സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, A21 ഇൻറ്റു B21, A21 ഇൻറ്റു B11 പ്ലസ് A22 ഇൻറ്റു B22.
C22 എങ്ങനെയാണ് സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, അതായത് A21 ഇൻറ്റു B12. ഇങ്ങനെയാണ് ആ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. നമുക്ക് എക്സസൈസിലോട്ട് പോവാം. എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യുമ്പോൾ എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ക്ലാസ് 12 പ്ലസ് 2 ക്ലാസ് 12 മാത്സ് ചാപ്റ്റർ 3 മെട്രിസസിലെ എക്സസൈസ് 3.2 ആണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് A ഈക്വൽ ടു 2 4 3 2, B ഈക്വൽ ടു B is equal to 1 3 minus 2 5 and C is equal to minus 2 5 3 4. മെട്രിക്സ് minus 2 5 3 4. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫൈൻഡ് ഈച്ച് ഓഫ് ദ ഫോളോയിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ A പ്ലസ് ബി ആണ് നമുക്കിതിൽ കണ്ടുപിടിക്കേണ്ടത്. A പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. മെട്രിക്സിൽ അഡിഷൻ മൾട്ടിപ്ലിക്കേഷനൊക്കെ എളുപ്പമാണ്, എങ്ങനെയാണെന്നുള്ളത് പഠിച്ച് വെച്ചിരുന്നാൽ മതി. മെട്രിക്സ് എ ഏതാണ് 2 4 3 2 പ്ലസ് മെട്രിക്സ് എ പ്ലസ് മെട്രിക്സ് ബി ഏതാ 1 3 മൈനസ് 2 5. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെട്രിക്സ് എ പ്ലസ് ബിയുടെ വാല്യൂ എന്താണ്? എങ്ങനെ അഡിഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് ടേംസ് തമ്മിലാണ് ആഡ് ചെയ്യേണ്ടത്. കറസ്പോണ്ടിങ് ടേംസ് എന്ന് പറയുമ്പോൾ ഇതിലെ ഫസ്റ്റ് എലിമെൻറ്റും ഇതിലെ ഫസ്റ്റ് എലിമെൻറ്റ്, ഇതിലെ സെക്കൻഡ് എലിമെൻറ്റും നെക്സ്റ്റ് മെട്രിക്സിലെ സെക്കൻഡ് എലിമെൻ്റ് ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. അതേപോലെ തേർഡ് എലിമെൻറ്റും ഫോർത്ത്, അതായത് കറസ്പോണ്ടിങ് ടേംസ് തമ്മിൽ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 2 + 1 എന്ന് പറഞ്ഞാൽ 3, 4 + 3 എന്ന് പറഞ്ഞാൽ 7, 3 + -2 എന്ന് പറഞ്ഞാൽ 3 - 2 അതായത് 1, ആൻഡ് 2 + 5 എന്ന് പറഞ്ഞാൽ 7. പിന്നെ നോക്കേണ്ടത് സൈൻ മാത്രം നോക്കിയാൽ മതി. സൈൻ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ. നെഗറ്റീവ് ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക, പോസിറ്റീവ് ആണെങ്കിൽ ആഡ് ചെയ്യുക. ഇങ്ങനെയാണ് എ പ്ലസ് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എ പ്ലസ് ബിയുടെ വാല്യൂ എന്താണ്? മെട്രിക്സ് 3 7 1 7. ഓർഡർ ഏതാണ്? 2 × 2, അതായത് 2 റോയുണ്ട് 2 കോളം ഉണ്ട്. നെക്സ്റ്റ് ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? മെട്രിക്സ് എ മൈനസ് ബിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് മെട്രിക്സ് A 2 4 3 2 മൈനസ് 1 3 -2 -5. എങ്ങനെ ചെയ്യുക? 2 - 1. അപ്പോൾ നമുക്ക് എഴുതാം എങ്ങനെയാണ്? A1 എന്ന് പറഞ്ഞാൽ A11 എന്ന് പറഞ്ഞാൽ എന്താ? 2 മൈനസ് ഉണ്ടോ? അകത്ത് 1 മാത്രമേ ഉള്ളൂ. 2 - 1 എന്ന് പറയുമ്പോൾ 1. ദെൻ A1 2 ആണെങ്കിൽ മെട്രിക്സ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? A11 A12 A21 A22. അതായത് അപ്പോൾ A12 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? A12 എന്ന് പറഞ്ഞാൽ 4 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ദെൻ A21 കണ്ടുപിടിക്കാനാണെങ്കിൽ 3 - -2 അതായത് 3 മൈനസ് കൂടെ പ്ലസ് ആവും, അതായത് 3 + 2 എന്ന് പറഞ്ഞാൽ 5. 1 1 5. നെക്സ്റ്റ് ടേം ഏതാ? A22 എന്ന് പറഞ്ഞാൽ 2 - 5 ദാറ്റ് ഈസ് ഈക്വൽ ടു വലിയ ഡിജിറ്റിൻ്റെ സൈൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയതുകൊണ്ട് വാല്യൂ -3. ഇതാണ് A - ബിയുടെ വാല്യൂ. നെക്സ്റ്റ് അതിലെ തേർഡ് ക്വസ്റ്റ്യൻ 3A - C. അതായത് 3 കൊണ്ട് 3 ആദ്യം കണ്ടുപിടിക്കുക. 3A എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി കൊണ്ട് ആ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. 2 4 3 2. അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സ് എന്തായിട്ട് മാറും? 3 × 2 ഓരോ ടേമിനെയും ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 3 × 2 6, 3 × 4 12, 3 × 3 9, 3 × 2 6. അപ്പോൾ 3Aയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറി? 3A is equal to 6 12 9 6. നെക്സ്റ്റ് നെഗറ്റീവ് സിയുടെ വാല്യൂ എന്താണ്? സിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ -2 5 3 4. നമുക്ക് കിട്ടേണ്ട മെട്രിക്സ്
ഇതിൻ്റെ റിസൾട്ടൻ്റ് മെട്രിക്സ് ആണ്. അതായത് A11, അതായത് ഇതിനകത്തുള്ള 11 ഫസ്റ്റ് ടൈം A11 എന്ന് പറഞ്ഞാൽ 6 മൈനസ് -2, ദാറ്റ് ഈസ് 6 മൈനസും മൈനസും പ്ലസ് ആയിട്ട് 6 + 2 8. A12 എന്ന് പറഞ്ഞാൽ അതായത് ഇവിടെ വരുന്ന ടേം എന്ന് പറഞ്ഞാൽ 12 - 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 7. A21 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലിമെൻറ്റ് 9 - 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ദെൻ A22 എന്ന് പറഞ്ഞാൽ 9 - 4 ഈസ് ഈക്വൽ ടു 5. അപ്പോൾ റിസൾട്ടൻ്റ് മെട്രിക്സ് എന്താ കിട്ടുന്നത്? 8 7 6 5. നമ്മൾ എഴുതപ്പോൾ എന്തായാലും ഇങ്ങനെ എഴുതി വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ആൻസർ 8 7 6 5. നെക്സ്റ്റ് ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതെന്ന് കാണിക്കാം. അതായത് മെട്രിക്സ് എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 4 3 2, മെട്രിക്സ് ബിയുടെ വാല്യൂ 1 3 -2 5. എങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്? ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് മെട്രിക്സ് ഫസ്റ്റ് കോളം. അതായത് എങ്ങനെയാണ്? A11 നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂസ് A11, A12, A13, A21, A22. അങ്ങനെയാണെങ്കിൽ A11 കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കണം. 2 × 1 + 4 × 2. എങ്ങനെയാണ് ചെയ്തത്? ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് മെട്രിക്സ് ഫസ്റ്റ് കോളം. ഇങ്ങനെയാണ് പോകുന്നത്. ഇതേ ഇൻറ്റു ഇത് പ്ലസ് 4 × -2. 2 × 1 + 4 × -2. അപ്പോൾ എത്രയാണ് വാല്യൂ കിട്ടുന്നത്? 2 ഈസ് ഈക്വൽ ടു 2 + 4 × -2 എന്ന് പറഞ്ഞാൽ -8. ദാറ്റ് ഈസ് വാല്യൂ എന്ന് പറഞ്ഞാൽ A11ൻ്റെ വാല്യൂ -6. ഫസ്റ്റ് വാല്യൂ കിട്ടി. ഇനി സെക്കൻഡ് വാല്യൂ A12 കണ്ടുപിടിക്കണം. അതായത് ഇവിടെയുള്ള വാല്യൂ കണ്ടുപിടിക്കണം. അതായത് അതും സെയിം മെത്തേഡ് തന്നെയാണ്. ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. അതായത് 2 × 3 + 4 × 5. അങ്ങനെ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6 + 20 26. ഈ ടേം എന്ന് പറഞ്ഞാൽ 26 ആണ് കിട്ടുക. ഇനി A21 ചെയ്യപ്പോൾ ഏതാണോ റോ, ഏത് മെട്രിക്സ് ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോ ഇൻറ്റു സെക്കൻഡ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം. നെക്സ്റ്റ് ടൈം കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് മെട്രിക്സിൻ്റെ സെക്കൻഡ് റോ ഇൻറ്റു, അപ്പോൾ 21 എങ്ങനെ കണ്ടുപിടിക്കുക? 3 ഇൻറ്റു, അതായത് മെട്രിക്സ് 3 ഇൻറ്റു ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം + 2 × -2, ദാറ്റ് ഈസ് 3 × 3 3 × 1 3 + 2 × -2 -4, ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ദെൻ മെട്രിക്സിൽ A22 ലാസ്റ്റ് എലിമെൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 3 × 3 + 2 × 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 9 + 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 19. റിസൾട്ടൻ്റെ വാല്യൂ എത്രയാണ് കിട്ടിയത്? -6 26 -1 19. ഇങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. ജനറലായി പറയുകയാണെങ്കിൽ ഒരു മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം, അതായത് നമുക്ക് കിട്ടേണ്ട റിസൾട്ടൻ്റ് മെട്രിക്സ് C11 C12 C21 C22. ഇതിൽ C11 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? C11ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് മെട്രിക്സ് ഫസ്റ്റ് കോളം. അതായത് A11 × B11 + A12 × B21. ഇങ്ങനെയാണ് ആ ഫസ്റ്റ് മെട്രിക്സ് C11 കണ്ടുപിടിക്കുന്നത്. ഇനി സെക്കൻഡ് മെട്രിക്സിലെ C12 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? റിസൾട്ടൻ്റ് മെട്രിക്സിലെ സെക്കൻഡ് എലിമെൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫസ്റ്റ് റോ A11 × സെക്കൻഡ് മെട്രിക്സ് സെക്കൻഡ് കോളം B12. ഏതൊക്കെ എലിമെൻ്റ് ആണെന്ന് ശ്രദ്ധിക്കണം. A11 × B11, A12 × A21 കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് എലിമെൻറ്റ്. C12 കണ്ടുപിടിക്കാനായിട്ട് A11 × ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം A11 × B12 + A12 × B22. അങ്ങനെയാണ് C12 കിട്ടുന്നത്. ഇനി C21 ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടുത്തെ റോ ഏത് നോക്കണം? സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അങ്ങനെയാണ് മീനിങ്. സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് മെട്രിക്സ് ഫസ്റ്റ് കോളം. അതായത് A21
ഇൻറ്റു B11 പ്ലസ് A22 ഇൻറ്റു B21. നെക്സ്റ്റ് C22 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, അതായത് A21 ഇൻറ്റു B12 പ്ലസ് A22 ഇൻറ്റു B22. ഇങ്ങനെയാണ് മെട്രിക്സിലെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. ഓർഡർ ഏതാണോ ആ ഒരു ഓർഡറിലാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ബി എ ആണെങ്കിൽ തിരിച്ചു വരും. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബി എ കണ്ടുപിടിക്കുകയാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ബി എയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ബി എയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ 1 3 മൈനസ് 5 ബി മെട്രിക്സ് ഇൻറ്റു മെട്രിക്സ് എ 2 4 3 2. അതായത് പറഞ്ഞു റിസൾട്ടൻ്റ് മെട്രിക്സ് എന്താ? C11 C12 C21 C22. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫസ്റ്റ് എലിമെൻറ്റ് C11 കണ്ടുപിടിക്കാൻ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ആ ഡിജിറ്റ് പോലെ 11 എന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, അതായത് 1 ഇൻറ്റു 2 പ്ലസ് C1 ഫസ്റ്റ് എലിമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു C11 C12 C21 C22. C11 കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 1 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 3 ഫസ്റ്റ് കിട്ടി. നെക്സ്റ്റ് സി അത് എത്ര വാല്യൂ? 2 പ്ലസ് 9 ഈസ് ഈക്വൽ ടു 11. C11ൻ്റെ വാല്യൂ 11 എന്ന് കിട്ടി. നെക്സ്റ്റ് C12 കണ്ടുപിടിക്കണം. C12ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 1 ഇൻറ്റു 4 പ്ലസ് 3 ഇൻറ്റു 2 1 ഇൻറ്റു 4 പ്ലസ് 3 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 പ്ലസ് 6 ഈസ് ഈക്വൽ ടു 10. C22ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 എന്ന് കിട്ടി. നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് C21ൻ്റെ വാല്യൂ. C21ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം -2 ഇൻറ്റു 2 മൈനസ് 4 പ്ലസ് 5 ഇൻറ്റു 3 15 ദാറ്റ് ഈസ് ഈക്വൽ ടു 11. C21ൻ്റെ വാല്യൂ 11. നെക്സ്റ്റ് ലാസ്റ്റ് ഡിജിറ്റ് C22 സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ദാറ്റ് ഈസ് -2 ഇൻറ്റു 4 പ്ലസ് 5 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു -8 പ്ലസ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. C22ൻ്റെ വാല്യൂ 2. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ 11 10 11 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മെട്രിക്സ് 1 മൈനസ് 2 2 3 ഇൻറ്റു 1 2 3 2 3 1. നമ്മൾ എഴുതപ്പോൾ എപ്പോഴും ഏതൊരു മെട്രിക്സ് എഴുതിയാലും അതിൻ്റെ ഓർഡർ എഴുതണം. ഇതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 2/2. നെക്സ്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ 2/3. അപ്പോൾ നമുക്ക് കിട്ടേണ്ട റിസൾട്ടൻ്റ് മെട്രിക്സ് 2/2 ഇൻറ്റു 2/3 ആണ്. നമുക്ക് കിട്ടേണ്ട മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? ഈക്വൽ ടു 2/3 മെട്രിക്സ് ആണ് നമുക്ക് കിട്ടേണ്ടത്. 2/2 മെട്രിക്സ് അപ്പോൾ നമുക്ക് ആ ഒരു സ്ട്രക്ചർ വരച്ച് വെച്ചേക്കാം. എങ്ങനെ വരും? 2/2 അപ്പോൾ 2 റോ A11 A12 A13 3 കോളം ഉണ്ട്. അപ്പോൾ A21 A22 A23 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. A11 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, അതായത് 1 ഇൻറ്റു 1 പ്ലസ് -2 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 4 ദാറ്റ് ഈസ് -3. അപ്പോൾ ഫസ്റ്റ് എലിമെൻറ്റ് -3. നെക്സ്റ്റ് A12 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം 1 ഇൻറ്റു ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 പ്ലസ് -2 ഇൻറ്റു 3. ആ നമ്പേഴ്സ് മാത്രമേ നോക്കാവുള്ളൂ, ബാക്കി എലിമെൻറ്റ്സ് ഒന്നും അതിൽ എടുക്കരുത്. അപ്പം 1 ഇൻറ്റു ആ ഏതാണോ റോയും ഏതാണോ കോളവും മാത്രം നോക്കുക. 1 ഇൻറ്റു 2 2 പ്ലസ് -2 ഇൻറ്റു 3 -6 അതായത് 2 - 6 -4. നെക്സ്റ്റ് A13 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയും തേർഡ് കോളവും മാത്രം എടുക്കുക. ഫസ്റ്റ് റോ തേർഡ് കോളം 1 ഇൻറ്റു 3 പ്ലസ് -2 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 - 2 1. അവിടെയല്ല A13യുടെ വാല്യൂ ആണ് 1. നെക്സ്റ്റ് A21 കണ്ടുപിടിക്കണം.
A21 വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് മെട്രിക്സിലെ സെക്കൻഡ് റോയും സെക്കൻഡ് മെട്രിക്സിൽ ഫസ്റ്റ് കോളവും, അതായത് 2 ഇൻറ്റു ഇത് മാത്രം നോക്കിയാൽ മതി. 2 ഇൻറ്റു 1 2 ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം 2 ഇൻറ്റു ഞാൻ ഇങ്ങനെ എഴുതരുത്, ഇങ്ങനെ ചെയ്യപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 2 ഇൻറ്റു 3 1 ഇൻറ്റു 2. അപ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 6 8. നെക്സ്റ്റ് വാല്യൂ A22 ആണ് കണ്ടുപിടിക്കേണ്ടത്. സെക്കൻഡ് റോ സെക്കൻഡ് കോളം 2 ഇൻറ്റു 2 4 പ്ലസ് 3 ഇൻറ്റു 3 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 13. ലാസ്റ്റ് വാല്യൂ A23 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു സെക്കൻഡ് റോയും തേർഡ് കോളം, സെക്കൻഡ് റോ തേർഡ് കോളം ഇത്. അപ്പം 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 6 പ്ലസ് 3 ഇൻറ്റു 1 3 ദാറ്റ് ഈസ് 6 പ്ലസ് 3 ഈക്വൽ ടു 9. A23യുടെ വാല്യൂ 9. അപ്പോൾ റിസൾട്ടൻ്റ് മെട്രിക്സ് എന്താ കിട്ടിയത്? -3 -4 1 8 13 9. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. If any doubt, mention in the comment box. Thank you.